അവിശ്വാസിയാകാതെ മകനേ, വിശ്വാസിയായി വേഗമണയൂ. അടയാളം തേടാതെ വന്നാൽ വിശ്വാസ വഴി ഞാൻ തെളിക്കാം. അവിശ്വാസിയാകാതെ മകനേ, വിശ്വാസിയായി വേഗമണയൂ. അടയാളം തേടാതെ വന്നാൽ വിശ്വാസ വഴി ഞാൻ തെളിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മളിന്ന് ചിന്തിക്കുന്നത് വിശ്വാസികളായി അറിയപ്പെടുന്ന നിരീശ്വരവാദികളെക്കുറിച്ചാണ്. നമ്മൾ അങ്ങനെ കേൾക്കുമ്പോൾ ചിലപ്പോൾ ചിന്തിക്കും, വിശ്വാസികളായി അറിയപ്പെടുന്ന നിരീശ്വരവാദികൾ. നമുക്കറിയാം, വിശ്വാസികളായ നിരവധി പേർ ഈ ഭൂമിയിലുണ്ട്. എന്നാൽ നിരീശ്വരവാദികളായ ചിലർ ഉണ്ട്. നിരീശ്വരവാദികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവമില്ല എന്ന് പറയുന്ന വ്യക്തികൾ. പക്ഷേ അവർ വിശ്വാസത്തിൻ്റെ ബാഹ്യരൂപത്തിൽ ജീവിക്കുന്നു എന്ന് മാത്രം. നമ്മൾ ഈ ഓരോ സന്ദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നമ്മളൊന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മളെ തന്നെ ഒന്ന് ആത്മശോധന ചെയ്യുക എന്നുള്ളതാണ് ഈ മേഖലകളുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അപ്പം അതുകൊണ്ട് തന്നെ ഇത് ചിലപ്പോൾ ആരെങ്കിലും കുറ്റം വിധിക്കാനോ അല്ലെങ്കിൽ വിമർശിക്കാനോ ഒന്നുമല്ല. സ്വാഭാവിക നിലയിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യഥാർത്ഥ വിശ്വാസത്തിലാണോ മുന്നോട്ട് പോകുന്നത്, ആ വിശ്വാസം പ്രഖ്യാപിക്കപ്പെടുന്നുണ്ടോ, ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ ഏറ്റുപറയുന്നതായി മാറ്റപ്പെടുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 16-ാം തീയതി നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, തങ്ങൾ ദൈവത്തെ അറിയുന്നു എന്ന് അവർ ഭാവിക്കുന്നു, എന്നാൽ പ്രവൃത്തികൾ വഴി അവിടുത്തെ നിഷേധിക്കുകയും ചെയ്യുന്നു. വാക്കിങ്ങനെയാണ്, തങ്ങൾ ദൈവത്തെ അറിയുന്നു എന്ന് അവർ ഭാവിക്കുന്നു, എന്നാൽ പ്രവൃത്തികൾ വഴി അവിടുത്തെ നിഷേധിക്കുകയും ചെയ്യുന്നു. അവർ വെറുക്കപ്പെടേണ്ടവരും അനുസരണമില്ലാത്തവരും ഒരു സത്പ്രവർത്തിക്കും കഴിവില്ലാത്തവരുമാണ്. വചനം പറയുകയാണ്, അവർ വെറുക്കപ്പെടേണ്ടവരാണ്, അവർ അനുസരണമില്ലാത്തവരാണ്, ഒരു സത്പ്രവർത്തിയും കഴിവില്ലാത്തവരാണ്. ഇങ്ങനെയുള്ള മനുഷ്യർ ആദിമ കാലഘട്ടങ്ങളിൽ സഭയിൽ ഉണ്ടായിരുന്നു. സഭയിൽ അവരുണ്ടായിരുന്നപ്പോൾ അവരെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായ നിർദ്ദേശം കൊടുക്കുകയാണ്. ഇപ്പം നിരീശ്വരവാദം എന്ന് പറയുന്നത് 1-ാം പ്രമാണ ലംഘനത്തിൽപ്പെടുന്നൊരു കാര്യമാണ്. ദൈവത്തിനു മഹത്വം കൊടുക്കാതെ തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വിശ്വസിക്കുക, തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക. എന്നാൽ അവർ പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, പള്ളിയിൽ പോകുന്നവരായിരിക്കാം, ജപമാല ചൊല്ലുന്നവരായിരിക്കാം, ആത്മീയ കാര്യങ്ങൾ ഇടപെടുന്നവരായിരിക്കാം. പക്ഷേ അവരുടെ ഉള്ളിൽ ഒരിക്കലും ദൈവത്തിനൊരു സ്ഥാനമില്ല. അതാണ്, അവർ പ്രവർത്തികൾ കൊണ്ട് ദൈവത്തെ എന്തു ചെയ്യുന്നു? നിഷേധിക്കുന്നു. ദൈവത്തെ നിഷേധിക്കും. പ്രവൃത്തി കൊണ്ട് ദൈവത്തെ നിഷേധിക്കും. നമുക്കത് ബൈബിളിൽ കാണാൻ പറ്റും. 2 യോഹന്നാൻ എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 9 പറഞ്ഞ് ഇങ്ങനെയാണ്, ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൽ നിലനിൽക്കാതെ അതിനെ അതിലംഘിച്ച് മുൻപോട്ട് പോകുന്ന ഒരുവന് ദൈവമില്ല. അവൻ്റെ പ്രബോധനത്തിൽ നിലനിൽക്കുന്നവന് പിതാവും പുത്രനും ഉണ്ട്. പിതാവ് മാത്രമല്ല, പുത്രനുണ്ട്. പുത്രൻ മാത്രമല്ല, പിതാവുമുണ്ട്. പിതാവും പുത്രനുമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവുമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുകയാണ്, ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൽ നിലനിൽക്കാതെ. അപ്പം അവരൊരിക്കലും ദൈവവചനത്തിലല്ല മുന്നോട്ട് പോകുകയും നിരീശ്വരവാദികൾ. വിശ്വാസത്തിൻ്റെ ബാഹ്യ രീതികൾ അവർക്കുണ്ടാകും. അവർ പ്രാർത്ഥിക്കുന്നത് പോലെ, നമ്മൾ കാണുന്നില്ല പരീശരെക്കുറിച്ച് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, അവർ പ്രാർത്ഥിക്കുന്നത് പോലെ നടിക്കും, അഭിനയിക്കും. പക്ഷേ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും അവർക്ക് വിശ്വാസമില്ല. ഇനി കണ്ടുപിടിക്കാൻ വളരെ പ്രധാനപ്പെട്ട 1-2 മാർഗ്ഗങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അവർ ചിലപ്പോൾ ചോദിച്ചാൽ പറയും, ദൈവമൊന്നും ഇല്ലെന്നേ, അതൊക്കെ ചുമ്മാതെ ഒരു പറ്റിപ്പലാണ്. പിന്നെ എന്തിനാണ് നിങ്ങൾ പള്ളിയിൽ പോകുന്നത്? അതൊരു രസത്തിന് പള്ളിയിൽ പോകുന്നു മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നയോ? പ്രാർത്ഥിക്കാതിരുന്നാൽ പ്രശ്നം, അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എന്തിനാണ് നിങ്ങൾ കുരിശ വരയ്ക്കുന്നത്, ജപമാല ധരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ജപമാല ചൊല്ലുന്നത് എന്തിനാ, അല്ലെ പ്രാർത്ഥിക്കുന്നത് എന്തിനാ? അതിപ്പോൾ എന്തായാലും വീട്ടിൽ ചെല്ലുമ്പം നമ്മൾ അത് ചെയ്തില്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും? തിരുനാളിന് പോകുന്നത് അതൊരു എൻ്റർടൈൻമെൻ്റ് അല്ലേ? കാരണം
നമ്മൾ പോകാതിരിക്കുമ്പോൾ പിന്നെ എന്തുകൊണ്ട് പങ്കെടുത്തില്ല എന്ന് പറയും. ഇനി വല്ല പെന്തക്കോസുകാരനാണെന്നെങ്ങാനും പറഞ്ഞു പോയാലോ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു വിധത്തിൽ പറഞ്ഞാൽ ആരെങ്കിലും തലയെ കൊണ്ട് വയ്ക്കുകയോ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് വരികയോ ഒന്നും അവർ ചെയ്യത്തില്ല. പക്ഷെ അവർ പള്ളിയിൽ കാണും, ആഘോഷങ്ങളിലും മറ്റ് പ്രാർത്ഥനയുടെ മേഖലകളിലും മറ്റു പല കാര്യങ്ങളും മുൻപന്തിയിൽ ഇവർ പള്ളിയുടെ മുൻപന്തിയിൽ കാണും. അപ്പോൾ അവരെ സംബന്ധിച്ചാൽ അവർ എല്ലായിടത്തും അഭിവാദനങ്ങൾ ആഗ്രഹിക്കുന്നവരായിരിക്കാം, പേര്, പ്രശസ്തി, പദവി, സ്ഥാനമാനങ്ങളൊക്കെ ഉള്ളവരായിരിക്കാം. പക്ഷെ അവരൊരിക്കലും വിശ്വാസത്തിലല്ല. പള്ളിക്കകത്തിരിക്കുന്ന ഒരു വ്യക്തി വിശ്വാസത്തിലാണോ അല്ലയോ എന്ന് പരിശോധിക്കണം. ഇനി അവർ പറയുന്നൊരു കാര്യമാണ്, അച്ഛൻ പറഞ്ഞുകൊണ്ട് ഞാനങ്ങ് കമ്മിറ്റി അംഗം ആയെന്നേ ഉള്ളൂ, അച്ഛൻ പറഞ്ഞു ആരും പഠിപ്പിക്കാനില്ല, അതുകൊണ്ട് കാറ്റിസം പഠിപ്പിക്കാൻ ആൾ വേണം, അതുകൊണ്ട് ഞാനങ്ങ് ആയെന്നേ ഉള്ളൂ, പ്രെയർ ഗ്രൂപ്പ് ലീഡറാകാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാനങ്ങായി. എനിക്കൊരിക്കലും ദൈവവുമായിട്ടൊരു ബന്ധമില്ല അവർക്ക്. അതാണ് അവരവസ്ഥ. എന്തെങ്കിലുമൊക്കെ വേണ്ടേ, ഒരു പരിഗണന, അംഗീകാരമൊക്കെ വേണ്ടേ, ഒരു പ്രത്യാശയില്ലാത്ത ജീവിതം. എന്തെങ്കിലും അവർക്ക് മുറിവേറ്റതായിരിക്കാം. അവരങ്ങനെ അവരെ പ്രവൃത്തി കൊണ്ട് അവർ ദൈവത്തെ നിഷേധിക്കും. മറ്റൊന്ന്, നിരീശ്വരവാദികളുടെ ഏറ്റവും വലിയ പ്രത്യേകത അഹങ്കാരമാണെന്നാണ് ബൈബിൾ പറയുക. സങ്കീർത്തന പുസ്തകത്തിൽ 10-ാം സങ്കീർത്തനം 4-ാം തിരുവചനം, ദുഷ്ടൻ തൻ്റെ അഹങ്കാര തള്ളലാൽ അവിടുത്തെ അന്വേഷിക്കുന്നില്ല, ദൈവമില്ല എന്നാണ് അവൻ്റെ വിചാരം. അപ്പോൾ ദുഷ്ടൻ തൻ്റെ അഹങ്കാര തള്ളലാൽ അവിടുത്തെ അന്വേഷിക്കുന്നില്ല. എന്തുകൊണ്ടാണ് അന്വേഷിക്കാത്തത്? ഞാൻ തന്നെ ഒരു ദൈവത്തെ പോലെയാണ്, ഞാൻ ജോലി ചെയ്യുന്നു, ഞാൻ കഷ്ടപ്പെടുന്നു, ഞാൻ അധ്വാനിക്കുന്നു, ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, അതുകൊണ്ട് ദൈവം ഇല്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ പറ്റും, ദൈവം ഇല്ലെങ്കിലും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെ അഹങ്കാര തള്ളൽ പണത്തിലുള്ളതായിരിക്കാം, വിദ്യാഭ്യാസമുള്ളതായിരിക്കാം, പല രീതിയിൽ. അപ്പം അഹങ്കാര തള്ളലാൽ അവിടുത്തെ അന്വേഷിക്കുന്നില്ല, ദൈവമില്ല എന്നാണ് അവൻ്റെ വിചാരം. സങ്കീർത്തനം 14:1, ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു, മ്ലേച്ഛതയിൽ മുഴുകി അവർ ദുഷിച്ചിരിക്കുന്നു, നന്മ ചെയ്യുന്നവർ ആരുമില്ല. അതുകൊണ്ടാണ് റോമാക്കാരുടെ ലേഖനത്തിൽ തന്നെ ഇത് പറയുന്നുണ്ട്. 3-ാം അധ്യായം 11, റോമാക്കാരുടെ ലേഖനം 3-ാം അധ്യായം 11, കാര്യം ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. ഇനി സങ്കീർത്തനം 53:1 പറയുന്നു, ദൈവമില്ല എന്ന് ഭോഷൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. ഹൃദയത്തിലാണ് പറയുന്നത്, പുറത്ത് പുള്ളി ഭയങ്കര ദൈവമുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. മ്ലേച്ഛതയിൽ മുഴുകി അവർ ദുഷിച്ചിരിക്കുന്നു, നന്മ ചെയ്യുന്നവരാരുമില്ല. കണ്ടോ? അപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്, തങ്ങൾ ദൈവത്തെ അറിയുന്നു എന്നൊരു ഭാവിക്കുകയാണ്, പാപം കാണിക്കും. ദൈവത്തെ എനിക്കറിയാം, ഞാൻ ദൈവത്തോടൊപ്പമാണ്, ഞാനൊരു വലിയ ആത്മീയനാണെന്നൊക്കെയുള്ള പാപം കാണിക്കുന്ന ചില മനുഷ്യരുണ്ട്. അപ്പോൾ അവരെക്കുറിച്ച് പറയുന്ന അവർക്ക് ഒരുപാട് കെട്ടുകഥകളൊക്കെ കാണും. ഒരിക്കലും ഒരു വിശുദ്ധനെക്കുറിച്ചോ വിശുദ്ധയെക്കുറിച്ചോ ദൈവത്തെക്കുറിച്ച് പോലും അവർക്ക് ദൈവവചനത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല. പക്ഷേ ദൈവത്തെക്കുറിച്ച് കുറേ കഥകൾ ഇവരുണ്ടാക്കി കേൾക്കാനും അതിങ്ങനെ ചിന്തിക്കാനും ഒക്കെ ആയിട്ട് നടക്കുന്ന ചില ആൾക്കാരുണ്ട്. ഇപ്പം ഒരുപാട് കെട്ടുകഥകളുണ്ടല്ലോ, ഒരിക്കലും വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്താത്ത ഒരുപാട് കെട്ടുകഥകൾ അവരിങ്ങനെ ഉണ്ടാക്കി വയ്ക്കും. അപ്പോൾ ആ കെട്ടുകഥകളൊക്കെ വിശ്വസിച്ച് പോകുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ഓരോ അത്ഭുതങ്ങളുടെ പേരിലൊരു കെട്ടുകഥ കാണും. ഇപ്പോൾ കാനായിലെ കല്യാണത്തിൽ വെള്ളം വീഞ്ഞാക്കി ഒരു കെട്ടുകഥ, അതിൻ്റെ പേരിൽ അവരുണ്ടാക്കും വേണമെങ്കിൽ. അല്ലെങ്കിൽ ബെത്സദ കുളക്കരയ്ക്കുന്ന രോഗിയുടെ സൗഖ്യം, ഒരു കെട്ടുകഥ ഉണ്ടാക്കും. ഇങ്ങനെ ഓരോ ദൈവവചനത്തിൽ തന്നെ വചനം എടുത്തു വെച്ചിട്ട് ചില കെട്ടുകഥകൾ ഉണ്ടാക്കും. അല്ലാതെ തന്നെ ഈശോയെക്കുറിച്ചുള്ള ചില കെട്ടുകഥ, പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള കെട്ടുകഥ, വിശുദ്ധരെക്കുറിച്ചുള്ള കെട്ടുകഥകൾ. അതുകൊണ്ട് അവർ പറയുന്നത്, അതിനാൽ യഹൂദരെ കെട്ടുകഥകൾക്കും സത്യത്തെ നിഷേധിക്കുന്നവരുടെ നിർദ്ദേശങ്ങൾക്കും ചെവി കൊടുക്കാതെ അവർ ശരിയായ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതിന് വേണ്ടി നീ അവരെ നിർദാക്ഷിണ്യം ശാസിക്കുക. ഒരു ദാക്ഷിണ്യമില്ലാതെ അവരെ ശാസിക്കണം, ശരിയായ വിശ്വാസം ഉറച്ചു നിൽക്കാൻ. കാര്യം എന്താ? ഈ വിശ്വാസമില്ലാത്ത നിരീശ്വര അവസ്ഥയിൽ കഴിയുന്ന മനുഷ്യർ, അവർക്ക് ചിലപ്പോൾ ഈ കെട്ടുകഥകൾക്കാണ് അവർ പ്രാധാന്യം കൊടുക്കുക. അതുപോലെ തന്നെ സത്യത്തെ നിഷേധിക്കും. ശാസ്ത്രപരമായ പല കാര്യങ്ങളും അവർ കൊണ്ടുവന്ന് അതിനുവേണ്ടി ദൈവമില്ല എന്നൊക്കെ തെളിയിക്കാൻ വേണ്ടി പല കാര്യങ്ങളൊക്കെ ശ്രമിക്കാൻ തുടങ്ങും. പ്രിയമുള്ളവർ, ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചിരിക്കുന്ന ദൈവം മനുഷ്യകുലത്തിൻ്റെ എല്ലാ മേഖല, മനുഷ്യൻ്റെ സകല അവയവങ്ങളും എവിടെയെല്ലാം വേണമെന്നും എന്തെല്ലാമാണ് അവൻ്റെ ശരീരത്തിൽ ആവശ്യമുള്ളതെന്നും അത് ഓരോ അവയവങ്ങളും തമ്മിലും ബന്ധപ്പെടുവാനുള്ള ഞരമ്പുകൾ, എല്ലുകൾ, രക്തധമനികൾ, ഈ ശ്വാസം മുന്നോട്ടും പിന്നോട്ടും എടുക്കാനുള്ള, നിശ്വസിക്കാനും എടുക്കാനുള്ള, അല്ലെങ്കിൽ പുറത്തു വിടാനോ അകത്തോട്ട് കയറ്റുവാനുമുള്ള ഒക്കെ
എല്ലാ മേഖലകളും ദൈവം ക്രമീകരിച്ചതാണ്. ഇതിലേക്കുള്ള എന്താ അത്ഭുതമുള്ളത്? ഇതിലേക്കുള്ള ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി നമുക്ക് പറയാൻ എന്താ ഉള്ളത്? പലപ്പോഴും നമ്മുടെ അവയവങ്ങൾ ഒരു ഡാമേജ് ആകുമ്പോഴാണ് പലരും ചിന്തിക്കുന്നത്, ഓ, ഈ അവയവത്തിന് ഇത്രയും പ്രാധാന്യം ഉണ്ടായിരുന്നു, ഈ അവയവം ഇങ്ങനെയായിരുന്നോ എന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ ദൈവം ഓരോ അവയവങ്ങളും ഒക്കെ സൃഷ്ടിച്ച് ദൈവം തന്നെ പരിപാലിച്ചിട്ട് അത് ആ ബുദ്ധിയും കഴിവും എല്ലാം വെച്ച് പറയുകയാണ് ദൈവമില്ല, അതൊക്കെ കളിപ്പിക്കലാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്നാം പ്രമാണ മേഖലകളിൽ വലിയൊരു ലംഘനമായിട്ട് കിടക്കുന്നൊരു മേഖലയാണ്. ദൈവത്തെ ദൈവമായിട്ട് അംഗീകരിക്കാതിരിക്കുക. അതുകൊണ്ട് ഏതെങ്കിലും നിരീശ്വരവാദികളുടെ സംസാര ശൈലിയിലേക്കോ പ്രവർത്തനത്തിലേക്കോ കെട്ടുകഥകളിലേക്കോ സത്യത്തെ നിഷേധിക്കുന്ന മേഖലകൾക്കോ ചെവി കൊടുക്കരുത്. അങ്ങനെ ഓരോ കൂട്ടത്തിൽ പോയി ചെവി കൊടുത്ത് അവർ പറയുന്ന തെറ്റായ പല കാര്യങ്ങളും കേട്ട് ഉള്ള വിശ്വാസവും കൂടെ കളഞ്ഞ് ഏറ്റവും വലിയ തകർച്ചകളിലേക്ക് പോകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിർമ്മല ഹൃദയർക്കെല്ലാം നിർമ്മലമാണ്, എന്നാൽ മലിന ഹൃദയർക്കും അവിശ്വാസികൾക്കും ഒന്നും നിർമ്മലമല്ല. ഇവിടെ അവിശ്വാസി എന്ന് പറയുന്നത് നിരീശ്വരവാദിയെക്കുറിച്ചാണ്. അവരെ ഹൃദയവും മനസ്സാക്ഷിയും ദുഷിച്ചതാണ്. തങ്ങൾ ദൈവത്തെ അറിയുന്നു എന്നവർ ഭാവിക്കുന്നു, എന്നാൽ പ്രവൃത്തികൾ വഴി അവിടുത്തെ നിഷേധിക്കുന്നു. അതുകൊണ്ട് അവർ വെറുക്കപ്പെടേണ്ടവരും അനുസരണമില്ലാത്തവരും ഒരു സത്പ്രവർത്തിക്കും കഴിവില്ലാത്തവരുമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കുറേ അറിവ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് കാര്യമില്ല. ഞാൻ പലപ്പോഴും കണ്ടിട്ട് നിരീശ്വരവാദത്തിൻ്റെ മറ്റൊരു മേഖലയിൽ ഒരുപാട് വിദ്യാഭ്യാസവും അറിവും ഒക്കെ കിട്ടി കുറേ പുസ്തകങ്ങളൊക്കെ വായിച്ചിങ്ങനെ നടക്കുന്ന ചില മനുഷ്യരുണ്ട്. അവരെ മുഖം നോക്കിയാൽ ചില വികൃത രീതികൾ കാണാം, അവരെ വസ്ത്രദാനത്തിൽ ചില വികൃതകൾ കാണാം, അവരെ പെരുമാറ്റത്തിൽ ചില വികൃതമായ ചില കാര്യങ്ങൾ കാണാൻ പറ്റും. അവരൊരു സാധാരണ ആൾക്കാരിൽ നിന്ന് വ്യത്യസ്തരായിട്ട് എന്തോ ആണെന്ന് കാണിക്കാൻ വേണ്ടുന്ന ചില വിക്രിയകളൊക്കെ കാണിച്ചു കൂട്ടുവർ. അപ്പോൾ അവരെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഏതാണ്ട് തികഞ്ഞവരാണ് എന്ന എന്തൊക്കെയോ തികഞ്ഞവരാണ്, ഇനിയിപ്പോൾ ദൈവമൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു രീതി നടക്കുന്ന കുറേയധികം പഠനങ്ങൾ തലയിൽ വെച്ച് നടക്കുന്ന മനുഷ്യരുണ്ട്. അവരെക്കുറിച്ച് പറയുന്നത് 1 കൊരിന്ത്യസ് 8-ാം അധ്യായത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. ഒന്നുമുള്ള തിരുവചനങ്ങളാണ്. അവിടെ ഇടയ്ക്കുള്ളൊരു ഭാഗം മാത്രം ഞാനൊന്ന് വായിക്കുകയാണ്. അറിവ് അഹന്ത ജനിപ്പിക്കുന്നു, സ്നേഹമോ ആത്മീയോത്കർഷം വരുത്തുന്നു. അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല. കണ്ടോ? സ്നേഹമോ ആത്മീയോത്കർഷം വരുത്തുന്നു. അപ്പം സ്നേഹത്തിലൂടെ ഉള്ളവരനുഭവം. അവർക്ക് എല്ലാവരെയും അംഗീകരിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ അവരെക്കാളും ഒരു വിദ്യാഭ്യാസം കുറഞ്ഞ ഒരാളെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഞങ്ങൾ വലിയ അറിവുള്ളവരാണ്, നിങ്ങൾക്കൊരു അറിവില്ലാത്തതാണെന്നുള്ള രീതിയിൽ പുച്ഛിക്കുകയും മാറ്റി നിർത്തുകയൊക്കെ ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. ആന്തരികമായിട്ട് ഇവർ വളരെ സമ്മർദ്ദത്തിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില മനുഷ്യരുണ്ട്. 2 കൊരിന്ത്യസ് 10-ാം അധ്യായത്തിൽ എന്നിട്ട് പറയുകയാണ്, അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല. അവർക്ക് ഭാവമാണ്, അറിവുണ്ടെന്നുള്ള ഭാവമാണ്, അറിവൊന്നുമില്ല, ശരിയായ അറിവൊന്നുമില്ല. കാരണം ശരിയായ അറിവ് ജ്ഞാനവും യേശുക്രിസ്തുവിലാണ്. അപ്പോൾ യേശുക്രിസ്തുവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനൊരിക്കലും ശരിയായ അറിവിലല്ല, ശരിയായ ജ്ഞാനത്തിനല്ല. കാരണം പുസ്തകം പഠിക്കാനായിട്ട് ഇപ്പോൾ ആർക്കാണ് പറ്റാത്തത്? ചില അത്യാവശ്യം ഓർമ്മശക്തിയും കഴിവൊക്കെ ഉള്ളവർക്ക് പഠിക്കാൻ പറ്റും. ഒരുപാട് പേര് വിദ്യാഭ്യാസം ഇല്ലാത്തത് അവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അവർക്ക് പഠിക്കാൻ പറ്റാതെ പോയത് കൊണ്ടായിരിക്കാം. ഇന്ന് അവർ പല മേഖലകളിലും വിശ്വാസപരമായിട്ട് ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുകയാണ്, അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഈ അഹങ്കാരമൊക്കെ ഒന്ന് മാറ്റിവെച്ചാൽ, അഹങ്കാര തളലൊക്കെ മാറ്റിവെച്ച് കർത്താവിനെ തേടുക എന്ന് പറയുമ്പം കർത്താവുണ്ട്, ദൈവമുണ്ട്, ആ ദൈവത്തിൻ്റെ പിന്നാലെ പോകാനൊരു തീരുമാനമെടുക്കുക, ദൈവവുമായിട്ടൊരു ബന്ധത്തിലേക്ക് കടന്നു വരിക. അല്ലെങ്കിൽ ഒരുപാട് തകർച്ചകൾ അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് അവരുടെ വിശുദ്ധീകരണ മേഖലകളിൽ വലിയ അപകടങ്ങളുണ്ട്. റോമാകർക്കരുടെ ലേഖനം 1-ാം അധ്യായം 21 പറയുകയാണ്, അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും, ദൈവത്തെക്കുറിച്ച് അറിയാം, അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. കണ്ടോ? ദൈവത്തെ അറിഞ്ഞു, കാര്യങ്ങളൊക്കെ അറിയാം, പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു, ദൈവത്തെക്കുറിച്ച് പറയുന്നു, ഇതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ദൈവത്തെ അവർ അംഗീകരിച്ചിട്ടില്ല. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു കാര്യമായിട്ട് ചെന്നിട്ട് ഇപ്പം നമ്മൾ പറയുകയാണ്, ഞാനൊരു ശുശ്രൂഷയെ പങ്കെടുത്തു, കർത്താവ് എനിക്കൊരു സൗഖ്യം തന്നു, അവരംഗീകരിക്കത്തില്ല.
അതൊക്കെ നിങ്ങളുടെ മനസ്സിൻ്റെ വിഭ്രാന്തിയായിരിക്കും, തോന്നലുകളായിരിക്കും എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ അവർ ഒരിക്കലും അംഗീകരിക്കത്തില്ല. കർത്താവ് ചില കാര്യങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി തന്നു, ഭാഷാപരമുണ്ട്, വരങ്ങളുണ്ട്, കൃപാവരങ്ങളുണ്ട്, ഇതൊന്നും അംഗീകരിക്കത്തില്ല. പിന്നെ ഞങ്ങൾ വർഷങ്ങളായിട്ട് കരസ്മാറ്റിക്കിൽ ഉണ്ടായിട്ട് ഞങ്ങൾക്കിതൊന്നുമില്ല. പിന്നെ ഇന്നലെ ഇങ്ങോട്ട് വന്നാൽ നിങ്ങൾക്കാണ് ഇതൊക്കെ ഉള്ളത്. വർഷങ്ങളായിട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. 3.5 വർഷം 12 ശിഷ്യന്മാരിലുണ്ടായിരുന്നതിൽ 3.5 വർഷം ബാക്കി 11 പേര് നടന്ന പോലെ അല്ലല്ലോ യൂദാസ് നടന്നത്. 3.5 വർഷം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കണം. ആ 3.5 വർഷം പൂർണ്ണമായിട്ടും ദൈവീയ കാര്യങ്ങൾ കാണുവാനും കേൾക്കുവാനും അവസരം കിട്ടിയിട്ട് പുള്ളി പോയി ആത്മഹത്യ ചെയ്തു. ഓരോ വ്യക്തി ആശ്രയിച്ചിരിക്കുന്നു, ആ വ്യക്തിയുമായിട്ടുള്ള ദൈവമായിട്ടുള്ള ബന്ധത്തെ ആശ്രയിച്ചിരിക്കുന്നു, ആ വ്യക്തിയിലേക്ക് പ്രത്യാശ കടന്നു വരിക. ലോകം മുഴുവനും പ്രത്യാശയിലേക്ക് വരുമ്പോൾ, പ്രത്യാശ കൊടുക്കാൻ വരുമ്പോൾ, അന്ധകാരം മാറ്റാനായിട്ട് യേശു വന്നപ്പോൾ ആ യേശുവിൻ്റെ കൂടെ നടന്ന് ഉള്ള അന്ധകാരം മുഴുവൻ സ്വീകരിച്ച് കൊണ്ടുവന്ന വ്യക്തിയാണ് യൂദാസ്. യേശു അന്ധകാരത്തിന് പ്രകാശത്തിലേക്ക് കൊണ്ടുവന്ന വ്യക്തിയാണ്. യേശു അന്ധകാരത്തിന് പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നു. ഇത് സാത്താൻ എന്ത് ചെയ്യുന്നു? യൂദാസിനെ അന്ധകാരം കൊണ്ട് നിറയ്ക്കുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ പറയുകയാണ്, ദൈവത്തെ അറിഞ്ഞിരുന്നുവെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. മറിച്ച് അവരുടെ യുക്തി വിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിലാണ്ടു പോവുകയും ചെയ്തു. വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിലാണ്ടുപോയി. ഇപ്പോൾ ചില ആൾക്കാർ ധ്യാനം കൂടാൻ വരുമ്പോൾ വരാൻ തടയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊന്നും അത് പറ്റിപ്പോൾ അങ്ങനെ ഇങ്ങനെ ഇതാ അതൊക്കെ ദൈവമൊന്നും ഇല്ലെന്നേ, നിങ്ങൾ അങ്ങനെയൊക്കെ പോയാൽ മതി, അങ്ങനെയൊക്കെ പോയാൽ മതി. അത്ഭുതങ്ങളൊക്കെ പറയുന്നത് ഇപ്പം അതിപ്പോൾ ഏത് മനുഷ്യർക്കും ചെയ്യാൻ പറ്റുന്ന ഇതാന്നൊക്കെ പറഞ്ഞ് ചില മനുഷ്യരെ, തകർന്നു കിടക്കുന്ന മനുഷ്യരെ ദൈവവചനം കേൾക്കാനായിട്ട് അനുവദിക്കത്തില്ല. പിന്നെ ഇവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ന്യായീകരണമായിട്ട് വരും. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ ചില വ്യക്തികൾ ഫോൺ ചെയ്തപ്പോൾ ഒരുപാട് ന്യായീകരണങ്ങളാണ് അവർക്ക്, ഒരുപാട് ന്യായീകരണങ്ങളാണ്. അവരത് പറഞ്ഞാൽ അവർ ദൈവാലയമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നതാണ്, പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പെട്ടവരാണ്, ശുശ്രൂഷ മേഖലയിൽ പോലും പ്രവർത്തിക്കുന്നവരാണ്. പക്ഷെ ദൈവത്തെ ദൈവമായി അവർ അംഗീകരിക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ല. അവരത് വെച്ച് ദൈവത്തെ വെച്ചും കൊണ്ട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പേരിൽ ഇങ്ങനെ അറിയുന്ന നേരത്തെ വായിച്ച പോലെ അറിവുള്ളത് പോലെ നടിച്ച് ആരെയൊക്കെയോ ചൂഷണം ചെയ്യുന്നു. അവരും അത് വെച്ച് ഒരാനന്ദം കണ്ടെത്തി പോയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള നിരീശ്വരവാദ വ്യക്തികൾ നമ്മൾ ജീവിതത്തിൽ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇവിടെ ഒരു വാക്കുണ്ട്, ഈ വ്യാജ സഹോദരന്മാർ, ഫോൾസ് ആയിട്ടുള്ള ബ്രദേഴ്സ് എന്ന് പറയുമ്പോൾ വ്യാജ സഹോദരന്മാർ. സഹോദരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്നേഹത്തിൻ്റെ ഒരു അനുഭവത്തിൽ നമ്മൾ വിളിക്കുന്നത്. ഇതിനകത്ത് വ്യാജ സഹോദരന്മാർ കടന്നുകൂടി എന്നാണ് ബൈബിൾ പറയുന്നത്. രഹസ്യത്തിൽ കടന്നുകൂടി. ആദിമസഭയിൽ നമുക്കതിനെക്കുറിച്ച് പിന്നെ ചിന്തിക്കാം. രഹസ്യത്തിൽ കടന്നുകൂടി, നേരമണം വരുത്തില്ല. കാരണം യഥാർത്ഥ സഹോദരന്മാരെ ശുശ്രൂഷകളെ പൊളിക്കുവാൻ വേണ്ടി അതിൽ നിന്ന് ഈ വ്യാജന്മാരിറങ്ങി വന്ന്, അത് എവിടുന്നാണ് വരുന്നത്? നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടെന്നാണ് ബൈബിൾ പറയുക. നിങ്ങളുടെ ഇടയിൽ തന്നെ ഉള്ളവർ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കുറേ ഗണങ്ങൾ ഇന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കണം. അതുകൊണ്ട് നമുക്ക് യേശുവിൽ വിശ്വസിക്കാം. വിശ്വസിക്കുന്നില്ല എങ്കിൽ നമ്മൾ ശിക്ഷാവിധിയിലാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-18. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതൻ്റെ നാമത്തിൽ വിശ്വസിക്കായ്ക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് ശിക്ഷാവിധി. അപ്പോൾ അതുകൊണ്ട് വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. പക്ഷെ വിശ്വസിക്കാത്തവൻ യേശുവിൽ വിശ്വസിക്കാത്തത് കൊണ്ട് ശിക്ഷാവിധിയിൽ കടക്കുന്നു, അതിൻ്റെ പരിണത ഫലങ്ങളിൽ കടക്കുന്നു. അതുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ക്രിസ്തു ഒരുക്കി വച്ചിരിക്കുന്ന നിത്യതയും അതോടൊപ്പം ഈ ഭൂമിയിൽ കർത്താവിൻ്റെ അനുഗ്രഹത്തോടൊപ്പമുള്ളൊരു ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കും. അതിനുവേണ്ടി നമ്മൾ പ്രിയമുള്ളവരെ ഒരുങ്ങണം എന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ധ്യാനം മാർച്ച് മാസം 23 മുതലാണ് 28 വരെ. പ്രിയമുള്ളവരെ, താല്പര്യമുള്ളവർ കടന്നു വരിക. ചിലപ്പം ചില വ്യക്തികൾ ധ്യാനം കൂടാത്തവർ ധ്യാനത്തെക്കുറിച്ച് ആവശ്യമില്ലാത്ത ചില അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞേക്കാം. അപ്പം നിങ്ങൾ ഒരു കാര്യം ചെയ്യുക. നുണ പറയുന്ന മനുഷ്യരുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചാൽ അവർ പറയും, ഞാൻ പോയി കൂടി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും. നമുക്കിവിടെ കൃത്യമായ രേഖകളുണ്ട്, ആരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെന്നും ആരൊക്കെ ധ്യാനിച്ചിട്ടുണ്ടെന്നും ഒക്കെ എല്ലാ രേഖകളും നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്,
ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, താല്പര്യമുള്ളവർ, നമ്മൾ ആരെയും നിർബന്ധിക്കുന്നില്ല, താല്പര്യമുള്ളവർ. കാരണം ദൈവവചനം നമുക്ക് അപൂർവമായിട്ട് കിട്ടുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുക. എന്നാൽ വചനത്തിൻ്റെ പേരിൽ ഒരുപാട് മറ്റു കാര്യങ്ങൾ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവ് പറഞ്ഞ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ ആദിമസഭയിലെ വിശുദ്ധരെ പോലെ വിശുദ്ധി ജീവിക്കാനും ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാനും വേണ്ടുന്ന ഒരു ജീവിതം നമുക്കുണ്ടാകട്ടെ. അതിലേക്ക് നാം കടന്നു വരുമ്പോൾ നമ്മുടെ സകല ബാധ്യതകളും, രോഗങ്ങൾ, തകർച്ചകൾ, കടബാധകൾ, പ്രശ്നങ്ങൾ എല്ലാം കർത്താവ് പരിഹരിച്ചോളും. കാരണം കർത്താവിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവർക്ക്, കർത്താവിൻ്റെ ഭാഗത്ത് നിൽക്കുന്നവർക്ക് എല്ലാ കാര്യങ്ങളും കർത്താവ് ക്രമീകരിക്കും. ഞാൻ കർത്താവിൻ്റെ കൂടെ അല്ല, അതുപോലെ അഭിനയിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തകർച്ചകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിന് കർത്താവ് ഉത്തരവാദിയല്ല. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, താല്പര്യമുള്ളവർക്ക് രോഗങ്ങളിലോ കടബാധയിലോ ദുഃഖങ്ങളോ ദുരിതങ്ങളോ ഫീസൊന്നുമില്ല, നിങ്ങൾക്കൂടെ വന്ന് ധ്യാനിച്ചിട്ട് പോകാം, കർത്താവിൻ്റെ വചനം കേൾക്കാം. 5 ദിവസമാണ്, കാരണം എങ്കിലേ നമുക്ക് അല്പ കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ. നിത്യതയെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കും. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി എങ്ങനെ ഒരുങ്ങണമെന്ന് നമ്മളെ മനസ്സിലാക്കി തരും. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ധ്യാനത്തിൽ സംബന്ധിക്കാവുന്നതാണ്. മറ്റുള്ളവർക്ക് അവിടെ പറഞ്ഞു കൊടുക്കുക ഇങ്ങനെ ധ്യാനമുള്ള കാര്യം. നമ്മളെ സംബന്ധിച്ചോളം, പ്രത്യേകിച്ച് കത്തോലിക്കനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സമയം തികയാത്ത ഒരു വ്യക്തിയായിട്ട് ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് കൊടുക്കാൻ സമയമില്ല. ബാക്കി ആശുപത്രി പോകാൻ സമയമുണ്ട്, ടൂർ പോകാൻ സമയമുണ്ട്, എൻ്റർടൈൻമെൻറ്റുകൾക്ക് സമയമുണ്ട്, എല്ലാ കാര്യത്തിനും സമയമുണ്ട്. പക്ഷെ വചനത്തിൻ്റെ കാര്യം വരുമ്പോൾ മാത്രം നമുക്ക് സമയമില്ല. അപ്പോൾ കുറച്ച് പേര് ഇടയ്ക്ക് വരും, ഈ നിരീശ്വരവാദത്തിൽ പെട്ടവർ പറയും പള്ളിയിൽ പോയാൽ മാത്രം മതി, പ്രാർത്ഥിച്ചാൽ മാത്രം മതി, ഇടവക തന്നെ ഒരു ധ്യാന കേന്ദ്രം, ഇടവക തന്നെ ഒരു സ്വർഗം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ വഞ്ചിക്കുന്ന കുറേ നിരീശ്വരവാദികളുണ്ട്. ഇടവകയൊക്കെ വിശ്വാസത്തിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ വേണ്ടി ദൈവം ഒരുക്കിയ സംവിധാനമാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ വിശ്വാസമല്ലാതെ നിങ്ങൾ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോയി പരിശുദ്ധ കുർബാന പങ്കെടുത്തിട്ട് എന്ത് കാര്യം? ക്രിസ്തു ആരാണെന്ന് അറിയാതെ ക്രിസ്തുവിനെ ബലിയർപ്പിക്കുന്ന ഒരുപാട് പേരെ കാണാൻ പറ്റും. കാരണം അവർക്ക് വിശ്വാസമില്ല, പക്ഷേ അവരൊരു ശീലം പോലെ ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ ഒരു ശരിയായ വിശ്വാസത്തിലേക്ക് വന്ന് പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ആ പരിശുദ്ധ കുർബാനയിലൂടെ കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും നമ്മുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും അനുഗ്രഹത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. അതുവഴി നമുക്കൊരു വിശുദ്ധീകരണം നടക്കുന്നു, ഒരു രക്തത്തളിക്കൽ നടക്കുന്നു, അതുവഴി ഒരു നിത്യജീവൻ്റെ അനുഭവത്തിലേക്ക് നമുക്ക് വരാൻ പറ്റുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് ഒരുപാട് ഈ വിശ്വാസപരമല്ലാത്ത പലതിനെയും വിശ്വാസപരമാക്കി മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് വഞ്ചിക്കപ്പെടരുത്, ചതിക്കപ്പെടരുത്. വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് മുന്നേറുക, കർത്താവിന് വേണ്ടി ജീവിക്കുക എന്നുള്ളത് ഒരു തീരുമാനമായിട്ടെടുക്കുക. കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ധ്യാനം മാർച്ച് 23 മുതൽ 28 വരെയാണ്. നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യുക, പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ടാണ്. അതോടൊപ്പം തന്നെ നമുക്ക് മറ്റ് ശുശ്രൂഷകളുണ്ട്. ഗൂഗിൾ മീറ്റ് ഉണ്ട്, യൂട്യൂബ് ശുശ്രൂഷയുണ്ട്, ബത്ലഹേം ടിവിയുടെ ചാനലിൽ നമുക്ക് ശുശ്രൂഷകളുണ്ട്. നിങ്ങളതും കാണണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങാനുള്ള, അതിനെ ബേസ് ചെയ്തുള്ള സന്ദേശങ്ങളാണ് ഉള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ നൈറ്റ് വിജിലുകളുണ്ട്, ഞായറാഴ്ചകളിലെ കൂട്ടായ്മകളുണ്ട്. അങ്ങനെയുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. നിങ്ങളുടെ എല്ലാവിധ പ്രാർത്ഥനയും സഹായവും സഹകരണവും ഒക്കെ ഞങ്ങൾക്ക് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെപ്പോഴും നിങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങളെ ഓർക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കൊക്കെ ഈ സന്ദേശങ്ങൾ പങ്കുവച്ചു കൊടുക്കുക. അവരും നിത്യതയുടെ അനുഭവത്തിലേക്ക് കടന്നു വരട്ടെ, ഒരു വലിയ കൃപയാൽ നിറയപ്പെടട്ടെ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, ദൈവത്തെ അറിയുന്നു എന്നവർ ഭാവിക്കുന്നു. അവർ ദൈവരാജ്യത്തിന് പുറത്താണ്, ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ല. ദൈവത്തെ അറിയുന്നു എന്ന് ഭാവിക്കുന്നവരാകാതെ ശരിയായി ദൈവത്തെ അറിയുന്നവരായി ഞങ്ങൾ മാറട്ടെ. നിരീശ്വരവാദത്തിൻ്റെ, വിശ്വാസമില്ലായ്മയുടെ എന്തെങ്കിലും അംശങ്ങളോ അതിന് കാരണമായ വാക്കുകളോ ഞങ്ങളിലേക്ക് ഏതെങ്കിലും വ്യക്തി വഴി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ചെവി കൊടുക്കാതെയാണ് എഴുതി വച്ചേക്കുന്നത്. വിശ്വാസം അധികം പ്രഘോഷിക്കപ്പെടുന്നില്ല, വിശ്വാസമില്ലായ്മയാണ് അധികം പ്രഘോഷിക്കപ്പെടുക. അപ്പം അതുകൊണ്ട് ചില കാര്യസാധനത്തിന് വേണ്ടി മാത്രം ദൈവത്തെ ആശ്രയിക്കുന്നവരും വർദ്ധിച്ചു വരുന്നു. സ്വർഗീയപ്പ, ഞങ്ങളുള്ള നിരീശ്വരവാദത്തിൻ്റെ
ദൈവമില്ല എന്ന് പറയുന്ന പൈശാചിക രൂപിയെ ഇല്ലാതാക്കണമേ. ഞങ്ങളുടെ അഹങ്കാര തള്ളലാൽ ഞങ്ങൾ അങ്ങേക്കെതിരെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് തരണമേ. ഞങ്ങൾ തന്നെ ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് തരണമേ. സ്വർഗീയ പിതാവേ, ഞങ്ങളെ അങ്ങയുടെ ഭവനത്തിലേക്ക് എത്തിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഒരുക്കണമേ, വിശുദ്ധീകരിക്കണമേ. കർത്താവായ യേശുവേ, കാൽവരി കുരിശിൽ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചിന്തിയ രക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ. ഞങ്ങളുടെ ആത്മാവിനെ നേടി ഞങ്ങളെ വിലക്കെടുത്ത കർത്താവേ, ഈശോയെ, അവിടുന്ന് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും ധ്യാനിക്കുവാൻ ഞങ്ങളുടെ അന്ധകരണത്തെ ഒരുക്കണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. സ്വർഗീയ വെളിപ്പെടുത്തലുകൾ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധമായ ഒരു ജീവൻ നയിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ. പരിശുദ്ധ അമ്മയെ ഞങ്ങളെ സഹായിക്കണമേ. അമ്മ ക്രിസ്തുവിനെ അറിഞ്ഞതുപോലെ ഞങ്ങളും ക്രിസ്തുവിനെ പൂർണ്ണതയിൽ അനുഭവിക്കുവാൻ ഞങ്ങൾക്കും ഇടയാക്കണമേ. മിഖാൽ, ഗബ്രിയേൽ, റഫേൽ ദൂതന്മാരെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയ കാവൽ ദൂതനെ ഞങ്ങളെ സഹായിക്കണമേ. അന്ധകാര ശക്തികളുടെ പലവിധത്തിലുള്ള പോരാട്ടങ്ങളിൽ വിജയിക്കുവാൻ തക്കവിധം ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശ്വര, ഏറ്റവും സ്നേഹമുള്ളവരെ, ഈ സന്ദേശം നിങ്ങൾ കേൾക്കുകയും നിങ്ങളിത് മനസ്സിലാക്കുകയും ചെയ്തതിന് നന്ദി പറയുന്നു. അതിനുവേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തി നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം നിങ്ങൾക്കും നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട എല്ലാവർക്കും, നിങ്ങൾക്കറിയാവുന്ന എല്ലാവർക്കും പങ്കുവെച്ച് കൊടുക്കുക. കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെ എല്ലാം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ വന്മലയെ ദൂരത്തകറ്റാം. കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ വന്മലയെ ദൂരത്തകറ്റാം. അനുദിന ക്ലേശങ്ങളാം പർവ്വതങ്ങളെ വിശ്വാസ നിറവാൽ ജയിക്കാം.